ഹായ് ഫ്രണ്ട്സ്, മെന്റൽ എബിലിറ്റി ഇൻ സെക്ഷനിലെ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ് സയൻസ് അഥവാ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ അതിലെ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 7/7 ഹോൾ ബൈ 7/7 ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്പറേഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഒന്ന് ഓഫ് കൊണ്ട് പിന്നെ ഏതാ വന്നിട്ടുള്ളത്, ഡിവിഷനുമാണ് ഉള്ളത് അല്ലെ. ഓഫും ഡിവിഷനും തന്നിരുന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? ബോട്ട് മാസ് അനുസരിച്ച് ആദ്യം നിങ്ങൾ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ഏത് ചെയ്യാൻ? ഡിവിഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഓഫ് എവിടെയൊക്കെ ഉണ്ടോ അത് വേണം ആദ്യം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ വരും നോക്കിയേ. 7/7 ഹോൾ ബൈ 7/7 അപ്പൊ ആദ്യം ഓഫ് ഉള്ള 2 പ്ലേസസ് ഉണ്ട് അല്ലെ. ന്യൂമറേറ്ററിലും ഉണ്ട് അതുപോലെ ഡിനോമിനേറ്ററിലും ഉണ്ട്. അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യുക? ആദ്യം സോൾവ് ചെയ്യാം. ഇനി ഓഫ് എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ്? മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ 7/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7x7 ആൻസർ വേണം കൊടുക്കാൻ. 7x7 എത്രയാ? 49 ഡിവൈഡഡ് ബൈ 7 ഹോൾ ബൈ ഇവിടെ 7 ഡിവൈഡ് ബൈ എന്നുണ്ട്, അത് അതുപോലെ കൊടുത്തതിന് ശേഷം 7/7 ആൻസർ 7/7 എന്ന് വെച്ചാൽ 7x7 എത്ര വരും? 49 എന്ന് എഴുതാം. അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? 49 ഡിവൈഡ് ബൈ 7 ഹോൾ ബൈ 7 ഡിവൈഡ് ബൈ 49. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് 49നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 7 ആണ് അല്ലേ. കാരണം 7ൽ 7 ടൈംസ് ആണ് 49. ഓക്കെ അല്ലേ? അപ്പൊ 49 ഡിവൈഡ് ബൈ 7 വന്നു കഴിഞ്ഞാൽ ആൻസർ 7 ആണ്. എന്നാൽ ഇത് തിരിച്ചാണ് വരുന്നതെങ്കിലോ 7 ഡിവൈഡ് ബൈ 49 വന്നാലോ ആൻസർ എന്തായിരിക്കും? 7 അല്ല അവിടെ വരിക, അവിടെ വരുന്നത് 1/7 ആണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ചെറിയ നമ്പർ ഡിവൈഡ് ബൈ വലിയ നമ്പർ. ഓക്കെ അല്ലേ? 7 ഡിവൈഡ് ബൈ 49 വന്നു കഴിഞ്ഞാൽ 1 ഇടാൻ വിട്ടുപോകരുത്. 1/7 ആണ് ആൻസർ വരിക. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 49 ഡിവൈഡ് ബൈ 7 പകരം ആൻസർ 7 എന്ന് കൊടുക്കാം. ഇനി 7 ഡിവൈഡ് ബൈ 49 നമുക്ക് എന്ത് കൊടുക്കാം? 1/7 എന്ന് കൊടുക്കാം. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? 1/7 ഞാൻ ബ്രാക്കറ്റ് കൊടുത്തത് ഡിനോമിനേറ്റർ ആണെന്ന് കാണിക്കാനാണ്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റാൻ നോക്കിക്കേ. ഇപ്പൊ 2 ഡിവൈഡഡ് ബൈ 3/5 എന്ന് വന്നാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഈ ബൈ എന്നുള്ളതിനെ എന്താക്കുക? ഡിവിഷൻ സിമ്പിൾ ആക്കാനായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? ഈ ബൈ എന്ന് ഇങ്ങനെ തരുവാണെങ്കിൽ ഒരു ന്യൂമറേറ്റർ അതിന്റെ ഡിനോമിനേറ്ററിൽ ഒരു ഫ്രാക്ഷൻ ഫോം ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ ബൈ ആയിട്ട് തരുന്നതിനെ ഡിവിഷൻ സിമ്പിൾ ആയിട്ട് മാറ്റുക. അപ്പൊ എങ്ങനെ എഴുതാൻ നോക്കിക്കേ. ന്യൂമറേറ്റർ 2 ആണ്, അത് അതുപോലെ കൊടുത്തു. ഈ ബൈക്ക് പകരം ഡിവിഷൻ സിമ്പിൾ കൊടുത്തു. ഡിനോമിനേറ്ററിൽ ആരാണോ കിടക്കുന്നത് അത് അതുപോലെ കൊടുക്കുക. എന്നിട്ട് 3/5. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ അടുത്ത നോക്കിക്കേ. 6/7/8 എങ്ങനെ എഴുതാം? 6 ഡിവൈഡഡ് ബൈ 7/8. ഓക്കെ അല്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾ ഇവിടെ പറയുമ്പോൾ എങ്ങനെ എഴുതാം? 7/1/7 ആണ് അല്ലെ. അപ്പൊ അതിന് നമുക്ക് 7 ഡിവൈഡഡ് ബൈ 1/7 എന്ന് എഴുതാമല്ലോ. ഇനി റെസിപ്രോക്കൽ നോക്കിക്കേ. ഒരു നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2/3 റെസിപ്രോക്കൽ എന്താണെന്ന് ചോദിച്ചാൽ അത് 3/2 ആണ്. എന്ന് വെച്ചാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി, അതിന്റെ റെസിപ്രോക്കൽ കിട്ടും. അപ്പൊ 1/8ന്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 1നെ 8നെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 8 മുകളിലും വരും, 1 താഴെയും വരും. ദാറ്റ് ഈസ് 1/8ന്റെ റെസിപ്രോക്കൽ ഏത് തന്നെയാണ്? 8 തന്നെയാണ് വരിക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് 8/1 ചോദിക്കുവാണെങ്കിൽ ആൻസർ എന്തായിരിക്കും വരിക? 1/8. 8ഉം 1ഉം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്ത് കൊടുക്കുക? ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം ഇങ്ങനെ ഡിവിഷനിൽ നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഡിവിഷനെ നമ്മൾ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കും. ഈ മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ രണ്ടാമത് കിടക്കുന്ന നമ്പറിന്റെ റെസിപ്രോക്കൽ ആയിരിക്കണം എഴുതേണ്ടത്. മനസ്സിലായോ? ഫസ്റ്റ് നമ്പർ ഏത് തന്നെ ആയാലും അത് അതുപോലെ കൊടുക്കുക. ഡിവിഷനെ നമ്മൾ ഏത് ഓപ്പറേഷൻ ആക്കുന്നു? മൾട്ടിപ്ലിക്കേഷൻ ആക്കുന്നു. 3/5ന്റെ എന്തെടുക്കുക? റെസിപ്രോക്കൽ എടുക്കുക. 3/5ന്റെ റെസിപ്രോക്കൽ എന്താ? 3ഉം 5നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ 5/3 എന്ന് വരും. ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞു നോക്കിക്കേ. 6 ഡിവൈഡ് ബൈ 7/8 നമുക്ക് എങ്ങനെ എഴുതാം? 6 അതുപോലെ എഴുതുക. ഡിവിഷനെ മാറ്റി ഇൻറ്റു ആക്കുക. 7/8ന് അങ്ങോട്ടും ഇങ്ങോട്ടും 7നെ 8നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ 8/7. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇവിടെ ചെയ്യാലോ. ജസ്റ്റ് ഇത് പറയാൻ വേണ്ടിയിട്ട്, ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ആ എക്സാമ്പിൾസ് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെ വരിക നോക്കിയാൽ ലാസ്റ്റ് സ്റ്റെപ്പാണ്. 7 ഡിവൈഡ് ബൈ 1/7 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്പർ ഏതാണോ അത് അതുപോലെ കൊടുക്കുക. ഡിവിഷനെ മാറ്റി ഏത് ഓപ്പറേഷൻ ആക്കുക?
മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. എന്നിട്ട് രണ്ടാമത് കിടക്കുന്ന സംഖ്യ ഏതാണോ അതിൻ്റെ റെസിപ്രോക്കൽ വേണം എഴുതാം. അപ്പോൾ 1/7 റെസിപ്രോക്കൽ എന്താ? 7/1. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 7 × 7 എത്രയായിട്ട്? 49. താഴെ 1 ആയതുകൊണ്ട് ആൻസർ എന്ത് തന്നെയാണ്? കാരണം ഏത് നമ്പറിനെ ഡിവൈഡ് ബൈ 1 ചെയ്താൽ ആ സെയിം നമ്പർ തന്നെയല്ലേ കിട്ടുക. 49 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാലും ആൻസർ എന്ത് തന്നെയാണ്? 49 തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു രീതി എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നും റെസിപ്രോക്കൽ എങ്ങനെയാണെന്നും പറഞ്ഞു തരാൻ വേണ്ടി മാത്രം എക്സാമ്പിൾസ് എടുത്തതാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക. ഓക്കെ, താങ്ക് യു.